ഫാൽക്കൺ പക്ഷികൾ അറബ് സംസ്കാരത്തിന്റെയും സാഹസികതയുടെയും പ്രതീകമാണ്. അപകടകരമായ വിനോദങ്ങളിലും ആവേശത്തിന്റെയും സൗന്ദര്യവും കലയും കണ്ടെത്തുന്ന അറബികളെ സംബന്ധിച്ചിടത്തോളം ഫാൽക്കൺ പക്ഷികളും അവരുടെ പരമ്പരാഗതമായ കായിക ഭൂമിയുടെ പ്രതീകമാണ്. മാർച്ച് ഏപ്രിൽ മുതൽ ആഗസ്റ്റ് സെപ്റ്റംബർ വരെ ഉഷ്ണകാലമായതിനാൽ പക്ഷികളെ കൂട്ടിലിട്ട് സൂക്ഷിക്കുകയും സെപ്റ്റംബർ മാസം മുതൽ മാർച്ച് വരെ ശൈത്യകാലമായതിനാൽ ഇതിനെ വേട്ടയ്ക്കായി ഉപയോഗിക്കുകയും ചെയ്യും. ഫാൽക്കൺ പഠനത്തിൽ ഡോക്ടറേറ്റ് കിട്ടിയ ഏക ഇന്ത്യക്കാരൻ ഡോക്ടർ സുബൈർ മേഡമൽ ഇങ്ങനെ പറയുന്നു: സെപ്റ്റംബർ മുതൽ അടുത്ത മാർച്ച് വരെയുള്ള സമയത്ത് ഇവിടെ ശൈത്യകാലമാകുമ്പോൾ ഫാൽക്കണുകൾ ഉപയോഗിച്ച് വേട്ട നടത്തുന്നു. ഈ മിസ്മാനേജ്മെന്റ് മൂലം, അതായത് ഇവയെ സംരക്ഷിക്കുന്നതിലുള്ള അപാകത മൂലവും കെണിവെച്ച് പിടിക്കലും മറ്റു കീടനാശിനികളുടെ ഉപയോഗവും മൂലവും ഈ ഫാൽക്കണുകൾക്ക് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ ഇപ്പോൾ അറബ് രാജ്യങ്ങളെ പോലെ തന്നെ സൈറ്റസ്, ജനീവ ആസ്ഥാനമായുള്ള കൺവെൻഷൻ ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ഓഫ് എൻഡേഞ്ചർഡ് സ്പീഷീസ് ഓഫ് ഫ്ലോറ ആൻഡ് ഫോണ എന്ന സൈറ്റസ് എന്ന സംഘടന ഈ ഫാൽക്കണുകൾക്ക് പാസ്പോർട്ട് നൽകി ഇവയെ ഒരു രാജ്യത്ത് നിന്ന് വേറെ രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നത് വളരെയധികം കർശനമാക്കിയിരിക്കുന്നു. കാരണം ഇവ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ആധുനിക കാലഘട്ടത്തിലും തഴമയോടെ ജീവിച്ചിരിക്കുന്ന പ്രതീകമാണ് ഫാൽക്കൺ പക്ഷി. വംശനാശം നേരിടുന്ന ഈ പക്ഷിയെ കൃത്രിമമായി ഉണ്ടാക്കുന്ന പരീക്ഷണങ്ങൾ പുരോഗമിക്കുകയാണ്. ഫാൽക്കണുകളുടെ ഇഷ്ടഭക്ഷണമായ ബുബാറ പക്ഷിയെ 2 മാസം മുമ്പ് UAE കോഴിമുട്ടയിൽ നിന്നും കൃത്രിമമായി സൃഷ്ടിച്ചിരുന്നു. വംശനാശം നേരിടുന്ന നിരവധി പക്ഷികളെ രക്ഷിക്കാവുന്ന പ്രതീക്ഷയിലാണ് പക്ഷിസ്നേഹികൾ. അറബി ചരിത്രത്തിൽ ഫാൽക്കൺ പക്ഷിയുടെ പങ്ക് വളരെയധികം നിർണായക സ്ഥാനമാണുള്ളത്. ക്യാമറമാൻ സമീർ കല്ലറോടൊപ്പം സിബി കടവിൽ, ജീവൻ ന്യൂസ്.